റോബിൻ രാധാകൃഷ്ണൻ ഇപ്പൊ BJP ചേർന്നല്ലോ, അപ്പൊ അതിനെപ്പറ്റി എന്താണ് അജു ബ്രോയ്ക്ക് പറയാനുള്ളത്? റോബിൻ BJP ചേർന്നത് റോബിൻ്റെ ആശയം കൊണ്ടൊന്നുമല്ല. റോബിൻ ചേർന്ന് അന്നത്തിന് വേണ്ടി ചേർന്നു എന്ന് പറയാം. അതായത് ഈ പൊളിറ്റിക്സ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അന്നത്തിൻ്റെ പൊളിറ്റിക്സും അല്ലെങ്കിൽ ഈ പറയുന്ന ഐഡിയോളജിയുടെ പൊളിറ്റിക്സും. നമ്മൾ ഈ റോബിൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് റോബിൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നോക്കിയറിയാം, എന്നെ ഒന്ന് BJP വിളി, എന്നെ ഒന്ന് BJP വിളി എന്നുള്ള രീതിയിൽ എതിരേലും പോകുന്ന രാഷ്ട്രീയക്കാരൻ്റെ അവിടെ ഫോട്ടോ എടുക്കും, അതങ്ങോട്ട് ഇടുന്നു. അപ്പം പുള്ളിക്കറിയാം, പുള്ളി ഒരു കുറേ നാളായിട്ട് BJP അല്ലാത്ത ആൾക്കാരെ ചൊറിയുക, ആ ചൊറിയുന്നതിലൂടെ ഫെയിം കിട്ടുക, എന്നിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് എങ്ങനെയും BJP ഒന്ന് കയറിക്കൂടുക എന്നുള്ളൊരു ശ്രമമായിട്ട് കുറേ നാളായി ഈ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഓടി നടക്കാൻ തുടങ്ങിയിട്ട്. ഒടുവിൽ എന്തായാലും BJP മെമ്പർഷിപ്പ് കിട്ടി. ഇനിയിപ്പോൾ റോബിന് ഒരു ലക്ഷ്യം കൂടുള്ളൂ, മത്സരിക്കുക. അപ്പോൾ മത്സരിക്കുമ്പോൾ കേരളത്തിലെ ചാനലുകളിലെല്ലാം കുറച്ച് ദിവസം ഇങ്ങനെ ഫെയിം വരുള്ളൂ. പണ്ട് ഈ റോബിൻ്റെ കൂടെയുള്ള ആരോ ഇൻ്റർവ്യൂ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ റോബിൻ ഛർദ്ദിക്കുന്ന വീഡിയോ എടുത്ത് ഇട്ടു, ഔട്ടായപ്പം ഫീൽഡ് ഔട്ട് ആയപ്പോൾ ഛർദ്ദിക്കുന്ന വീഡിയോ എടുത്തിട്ടു, അല്ലെങ്കിൽ ഫീൽഡ് ഔട്ട് ആവുന്ന സമയത്ത് ഓരോ നമ്പറുമായിട്ട് വരും. ഇപ്പോൾ റോബിൻ ഫീൽഡ് ഔട്ട് ആകാൻ പോകുന്നു. റോബിൻ നല്ല ബിഗ് ബോസ് പ്ലെയർ ആയിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയർ. പക്ഷേ ഇപ്പോൾ ഫീൽഡ് ഔട്ട് ആകാൻ പോയപ്പം അടുത്തൊരു 3-4 മാസത്തേക്ക് ചർച്ചയാവുന്നു. പിന്നെ പിടിച്ചു നിൽക്കാനായിട്ട് BJPയുടെ പരിപാടികൾ കിട്ടും. ഈ മാരാര് കാണിച്ച പോലെ തന്നെ അതിൻ്റെ വേറൊരു മാരാരിച്ചോട് സംസാരിക്കും, മാരാരിച്ചോടെ പൊളിറ്റിക്സ് വശമുണ്ട്. പൊളിറ്റിക്സ് വശമൊന്നുമില്ല, ഒന്ന് ഫെയിം നിൽക്കാൻ ബെറ്റർ ഓപ്ഷൻ BJP. അവർ വിളിക്കും, അവരെടുക്കും. വേറെ ഏതെങ്കിലും പാർട്ടിയാണെങ്കിൽ റോബിനെ എടുക്കാനും പോകുന്നില്ല, ജയിക്കാനും പോകുന്നില്ല. ഇതിപ്പോൾ തോക്കുന്ന ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കാം, ഒരു 3-4 മാസത്തേക്ക് റോബിൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം. അതിനപ്പുറമുള്ള ഓപ്പറേഷൻ ഒന്നും റോബിൻ ലക്ഷ്യം അത് മാത്രമേ ഉള്ളൂ, ഒന്ന് നിലനിൽക്കാൻ വേണ്ടി 3-4 മാസം ചർച്ച നിൽക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയല്ല. അതായത് ഈ അന്നത്തിന് വേണ്ടി. ഇപ്പോൾ പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അന്നം നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് വിളിക്കത്തില്ലേ? ഇൻ്റർവ്യൂവിന് വിളിക്കും റോബിനെന്താ വേണ്ടത്? ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ 10, 30, 40 മേടിക്കാം, മതി. ഡേറ്റ് നിന്നില്ലേ? കച്ചവടം അത്രേ ഉള്ളൂ റോബിൻ്റെ പരിപാടി. അല്ല, അതിൻ്റെ അപ്പുറം ഒന്നും റോബിനില്ല. അല്ല, സേവനം ചെയ്യുന്നുള്ളൊരു തോന്നുന്നില്ല. റോബിനെ കൊണ്ട് എന്ത് സേവനം? നിങ്ങൾ റോബിൻ്റെ ബിഗ് ബോസ് ഇങ്ങോട്ട് ഇറങ്ങി വന്നു. റോബിൻ ഈ പറയുന്ന പോലെ ലൈം ലൈറ്റ് നിൽക്കാനായിട്ട് നമ്പറുകൾ അറിയാവുന്ന ഒരാൾ എന്നതിനപ്പുറം റോബിന് ഒരു നമ്പറും അറിയില്ല. ലൈം ലൈറ്റ് നിൽക്കാനായിട്ടുള്ള കുറേ നമ്പറുകൾ റോബിൻ അറിയാം, എങ്ങനെ പിടിച്ച് നിൽക്കണമെന്നറിയാം, അല്ലെങ്കിൽ എങ്ങനെ അങ്ങോട്ട് പോകണമെന്നറിയാം, ഇങ്ങോട്ട് പോയി എവിടെ പോയാൽ വാർത്ത വരുമെന്ന്. വാർത്ത സൃഷ്ടിക്കുക. ആരാരും ഇത് തന്നെ ചെയ്യുന്നത്, വാർത്ത സൃഷ്ടിക്കുക, ലൈം ലൈറ്റ് നിൽക്കുക. അതിനപ്പുറം ഒന്നും ഇവർക്കൊന്നും ഒരു ലക്ഷ്യവും ഇല്ല. ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടോ, സ്ഥിരമായിട്ട് നിൽക്കാനായിട്ടാണ് മാരാര് BJPയിലോ NDAയിലോ പോയെന്ന്? അല്ല, മാരാർ അതിനുവേണ്ടി അല്ല BJPയിലോ NDAയിലോ പോയേക്കുന്നത്. മാരാര് 2020 പോലൊരു പാർട്ടി എടുത്ത് ഇപ്പം NDAയിലേക്ക് പോകുന്നു, മത്സരിക്കും, തോക്കുമെന്ന് മാരാർക്കറിയാം. മാരാര് പൊട്ടറൊന്നുമല്ല, മാരാർക്കറിയാം തോക്കുമെന്ന്. മാരാര് തോക്കും. ഈ 2020 പോലെ കേരളത്തിലെ അത്യാവശ്യം വോട്ടുള്ള ഒരു പാർട്ടിയുടെ തലപ്പത്തേക്ക് രണ്ടാമനായിട്ട് പുള്ളി വരുമ്പോൾ പുള്ളിക്ക് ആ ഓപ്പർച്യൂണിറ്റി വെച്ചിട്ട് നാളെ ഈ 2020 കൂടെ വലിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മുന്നണിയിലോട്ട് വരിക, കേരളത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യ മുന്നണിയിലോട്ട് വരിക. അപ്പോൾ ആ മുന്നണി സീറ്റ് കൊടുക്കുമല്ലോ. ആ മുന്നണി സീറ്റ് കൊടുക്കുമ്പോൾ ഈ പാർട്ടിയിലെ രണ്ടാമൻ അല്ലെങ്കിൽ സാബു മത്സരിച്ചില്ലെങ്കിൽ ഒന്നാമൻ, അപ്പോൾ സീറ്റ് കിട്ടും, മത്സരിക്കും. കേരളത്തിലെ ഒരു മുന്നണി നേതാവായി. അപ്പോൾ ഇവനെ മന്ത്രിയാകാം, അല്ലെങ്കിൽ ഇവൻ MLA ആകാം. അല്ലാതെ ഈ വട്ടം ജയിക്കാനായിട്ടൊന്നുമല്ല, NDA നിൽക്കാനായിട്ടുമല്ല. പിന്നെ അതുകൊണ്ടാണല്ലോ സേഫായിട്ട് എല്ലാവരും ടച്ച് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ ഈ ഫാമിലിയുമായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് കാര്യമാണ് തോന്നുന്നുണ്ടോ? ഈ പറയുന്ന കുടുംബത്തിലുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട്, ആരാര് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ശരിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ളതൊക്കെ തോന്നുന്നുണ്ടോ? പക്ഷേ മാരാർ എക്സ്പോസ് ആയി തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ. നിങ്ങളിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മാരാർ ഒരു ദിവസം ഒന്ന് പറയും. പിന്നെ മാരാർക്ക് അറിയാം, നിങ്ങൾ ബിഗ് ബോസ് ഹീറോ അല്ല മാരാർ ബിഗ് ബോസ് ഹീറോ അല്ല. മാരാർ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഹീറോ ആയാളാണ്. റോബിൻ്റെ ഫെയിമും നിങ്ങൾ മാരാരുടെ ഫെയിമും നോക്കണം. മാരാർ ബിഗ് ബോസിൽ നിന്ന ഫെയിം അല്ല. മാരാർ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ മാരാരുടെ ഗ്രാഫ് ഇങ്ങനെ പോയി. റോബിൻ്റെ ഗ്രാഫ് അകത്ത് വെച്ച് തന്നെ ഹൈലോട്ട് പോയൊരു ഗ്രാഫ്. റോബിൻ കപ്പടിച്ച ശേഷം മാരാർ കപ്പടിച്ചു. പക്ഷേ റോബിൻ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഒരിക്കലും ബിഗ് ബോസ് ചരിത്രത്തിന് ആരും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മാരാരുടെ സീസൺ ഈസി സീസൺ ആയിരുന്നു. പിന്നെ മാരാർക്ക് മാരാർ ഇപ്പം വന്നിട്ട് എല്ലാവരോടും പറയുന്ന കാര്യമുണ്ട്, ബിഗ് ബോസ് അവഗണന. ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ പാർഷ്വാലിറ്റി കാണിച്ചതും ഏറ്റവും കൂടുതൽ വൺ സൈഡായിട്ട് സപ്പോർട്ട് ചെയ്തു ആരെയാ? ഈ അഖിൽമാരാർ അവസാന ആഴ്ചകളിൽ ഭയങ്കര അഗ്രസീവായിരുന്ന അഖിൽമാരാർ അവസാന ആഴ്ചകളിൽ ഒന്ന് വെളിയിൽ പോകുന്നുണ്ട് ഒരു ട്രീറ്റ്മെൻറ്റിന്. എന്നിട്ട് ഈ അഖിൽമാരാർ തിരിച്ചു വന്നിട്ട് പിന്നെ ഒരു മനുഷ്യനോട് ചൂടാകുന്നില്ല, പിന്നെ നൈസായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് ആ മാരാർക്ക് വെളിയിൽ സപ്പോർട്ടുണ്ടെന്ന് മനസ്സിലായിട്ട് മാരാർ ഷോയിൽ കയറി വന്ന. അങ്ങനെ ബിഗ് ബോസ് ഷോയുടെ ചരിത്രത്തിൽ ആർക്കെങ്കിലും ഒരു പാർഷ്വാലിറ്റി കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും ഒരു കൂടുതൽ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാരാരോടാണ്. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാരാർക്കാണ്. പിന്നെ മാരാരെക്കാളും റോബിൻ തന്നെയായിരുന്നു ബിഗ് ബോസിലെ ഹീറോ. പക്ഷേ വെളിയിൽ വന്നിട്ട് മാരാരത് ഗെയിൻ ചെയ്തു. മാരാരുടെ ഒരു മാനിഫെസ്റ്റേഷൻ മാരാരെ ടാർഗറ്റ് ചെയ്തിട്ട് മാരാർക്ക് ഇപ്പം മാരാർ കാണുന്ന ഈ തെരഞ്ഞെടുപ്പല്ല, മാരാർ കാണുന്ന 2031 തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന 2020 കൊണ്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യ മുന്നണി UDFിലേക്ക് എങ്ങനെയും വരാൻ പറ്റുമോ, അങ്ങനെ അവിടുന്ന് മത്സരിച്ച് NDA MLA ആകുന്ന, അല്ലെങ്കിൽ MLA മന്ത്രിയോ ആകുന്ന അഖിൽമാരാരെ കാണുന്നത്. അല്ലാതെ ഈ വട്ടം NDA പോയിട്ട് മത്സരിച്ച് ജയിക്കുന്നൊന്നുമല്ല.
അഖിൽ മാരാരുടെ ലക്ഷ്യം. അല്ല, അപ്പൊ അങ്ങനെ പാർട്ടി മാറി കളിക്കുന്ന ഒരാൾക്ക് ജനം